ബോധവൽക്കരണം ആദ്യം തുടങ്ങേണ്ടത് അവനവന്റെ വീട്ടിൽ നിന്നാണ്. ഒരു കഥയുണ്ട്. അതായത് ഒരാള് ദൈവത്തിനോട് ചോദിച്ചു, ദൈവമേ, എന്തിനാണ് ഈ ലോകത്ത് ഇത്രമാത്രം അക്രമികളെയും കൊലപാതകികളെയും സൃഷ്ടിക്കുന്നത്? ദൈവം മറുപടി പറഞ്ഞതാണ്, ഞാൻ ഒരു കൊലപാതകയെയും ഒരു അക്രമിയെ സൃഷ്ടിച്ചിട്ടില്ല. ഞാൻ സൃഷ്ടിക്കുന്ന സമയത്ത് എല്ലാം ശിശുക്കളായിരുന്നു. അവരെല്ലാം അത്രമാത്രം നിഷ്കളങ്കരായിരുന്നു. പക്ഷേ അവരെ പിന്നീട് കൊലപാതകികളാക്കുന്നതും മയക്കുമരുന്നിന് അടിമകളാക്കുന്നതും സാമൂഹ്യ വിരുദ്ധരാക്കുന്നതും എല്ലാം നിങ്ങളാണ്, സമൂഹമാണ്, അവരുടെ മാതാപിതാക്കളാണ്, അവർ വളരുന്ന ചുറ്റുപാടുകളാണ് അവരെ മാറ്റിമറിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ട സ്നേഹം കിട്ടേണ്ട അളവിൽ, കിട്ടേണ്ട രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നമ്മുടെ മക്കൾക്ക് മാതാപിതാക്കൾ ഒരു റോൾ മോഡലാണെന്ന് ധൈര്യമായിട്ട് എവിടെയും വിളിച്ചു പറയാനുള്ള സാഹചര്യം മാതാപിതാക്കൾ ഒരുക്കുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. വീട്ടിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് കിട്ടേണ്ട യഥാർത്ഥത്തിലുള്ള സ്നേഹത്തിന് പകരം കപടമായിട്ടുള്ള സ്നേഹം ഒരു ഭാഗത്തു നിന്ന് മാടി വിളിക്കുന്ന സമയത്ത് ആ സ്നേഹത്തിന്റെ വഴിയിലേക്ക് ആ കുട്ടികൾ വഴിമാറി പോവുകയാണ്. പോയി കഴിഞ്ഞിട്ട് അവർ തിരിച്ചറിയുന്നില്ല ഇത് കപടമായിട്ടുള്ള സ്നേഹമാണെന്നുള്ളത്. ഒരിക്കൽ ഇത് അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അതിനകത്ത് രക്ഷപ്പെടാൻ സാധിക്കില്ല. അവിടെയാണ് എന്താ പറയുക, കൃത്രിമമായിട്ടുള്ള സ്നേഹങ്ങളും കൃത്രിമമായിട്ടുള്ള കൂട്ടുചേരലുകളും വരുന്ന സമയത്ത് ആ കുട്ടികൾ പലപ്പോഴും കേടുവന്നു പോകുന്നൊരു അന്തരീക്ഷം ഉണ്ടാവുന്നത്.